പാലാ നഗരസഭയിലെ അവിശ്വാസ പ്രമേയം പാസാക്കി. ഇനിയുള്ള ചോദ്യം, കേരള കോൺഗ്രസ് കോൺഗ്രസ് കൈകോർക്കൽ, അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം പാലയിൽ ഉരുത്തിരിഞ്ഞു വരികയാണോ? ആരായിരിക്കും അടുത്ത ഭരണസമിതിയെ നയിക്കുക എന്ന ചോദ്യമുണ്ട്. അവിടുത്തെ രാഷ്ട്രീയം എന്താണ് എന്ന കാര്യത്തിന് ഇനിയും കുറെ കൂടി വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷേ കോൺഗ്രസ് അംഗങ്ങളെ സംബന്ധിച്ച് കേരള കോൺഗ്രസ് എമ്മുമായി യോജിക്കുന്നതിൽ ഒരു തടസ്സവുമില്ല എന്നവരുടെ പ്രതികരണങ്ങളിൽ തന്നെ വ്യക്തവുമാക്കുന്നുണ്ട്. UDF-ലെ മറ്റ് അംഗങ്ങളുടെ ഉൾപ്പെടെ നിലപാട് എന്താണ്, കേരള കോൺഗ്രസ് എമ്മിൻ്റെ നിലപാട് എന്താണ് പ്രത്യേകമായും എന്നതും അറിയേണ്ടതുണ്ട്. അതേസമയം അങ്ങനെയൊരു സമവാക്യമല്ല, മറ്റേതെങ്കിലും തരത്തിലായിരിക്കും ഇനി അവിടെ കാര്യങ്ങൾ മാറി മറിയുക എന്നതും വ്യക്തമാകുന്നില്ല. ഷിനോജ് ST തുടരുന്നുണ്ട്. ഷിനോജ്, ഒരു വ്യക്തതയില്ലാത്ത അന്തരീക്ഷമാണോ? എപ്പോഴായിരിക്കും ഇനി ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് നടക്കുക? രതീഷ്, ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തീയതിയൊക്കെ തന്നെ നിശ്ചയിക്കേണ്ടത് ജോയിന്റ് ഡയറക്ടറാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ കൂടുതൽ വ്യക്തത ഇതുമായി ബന്ധപ്പെട്ട് വരികയാണ്. എന്തായാലും കേരള കോൺഗ്രസിന് കൈ കൊടുക്കും എന്ന തരത്തിൽ തന്നെയാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട സൂചനകളൊക്കെ തന്നെ ഇപ്പോൾ വരുന്നുമുണ്ട്. അല്ല, ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നല്ല പറഞ്ഞത്. പാലായുടെ വികസനത്തിന് വേണ്ടി നല്ല രീതിയിൽ പഠനം നടത്താൻ ആരാണോ വരുന്നത്, ഞങ്ങളെ സംബന്ധിച്ച് ആദ്യം പറഞ്ഞ പോലെ ഞങ്ങൾ വളരെ വഴിയുള്ള പഠനം പിടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അല്ല, അവരും അതേ സ്വാഭാവികമായിട്ടും അവർ നീതിക്ക് വേണ്ടിയാണല്ലോ ഈ പണിയിൽ വരുന്നത്. അപ്പം നീതിക്ക് വേണ്ടി നിൽക്കുന്നവരെ ഒരാൾ വന്നാൽ ഞങ്ങൾ പിന്തുണയ്ക്കാൻ പാസ്റ്റിനാണല്ലോ. തീർച്ചയായിട്ടും അത് ഈ ചെയർപേഴ്സന്റെ പിതാവ് തന്നെ പറഞ്ഞ വാക്കുകളാണ്, കാലത്തിന്റെ കാവ്യനീതി. അത് തന്നെയാണ് ഇവിടെ വന്ന് ചേർന്നേക്കുന്നത്. ഒരു ഭരണപക്ഷത്തെ 5 പേര് വോട്ട് ചെയ്ത് അവരെ തോൽപ്പിക്കണമെന്നെങ്കിൽ അവർ സഹിച്ചേക്കാൾ കൂടുതൽ ഞങ്ങൾ സഹിച്ചിരിക്കണമല്ലോ. അപ്പോൾ ഇത് കാലത്തിന്റെ കാവ്യനീതി തന്നെയാണ്. അല്പം മുമ്പ് സംസാരിച്ച കോൺഗ്രസിന്റെ കൗൺസിലർ ബിജു മാത്യൂസ് പറഞ്ഞത് കേരള കോൺഗ്രസ് എമ്മും രാഹുൽ ഗാന്ധിക്ക് ഒപ്പം രാഹുൽ ഗാന്ധിയുടെ പിന്നിൽ അണിനിരക്കുന്ന ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. സ്വാഭാവികമായി ഞങ്ങൾക്ക് അവരെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടി വേറെ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. അപ്പോൾ സ്വാഭാവികമായും ഇതിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് വ്യക്തമാണ്. രതീഷ്, കേരള കോൺഗ്രസ് എമ്മും കോൺഗ്രസിനെ പിന്തുണയ്ക്കും. പാലയിൽ കേരള കോൺഗ്രസ് എം UDF-ലേക്ക് തിരികെ എത്തുകയാണ് പ്രാദേശികമായെങ്കിലും. തീർച്ചയായും ആ തരത്തിൽ തന്നെ നമുക്ക് വ്യാഖ്യാനിക്കേണ്ടി വരും. പ്രാദേശികമായ ഒരു പിന്തുണ എന്നതിനപ്പുറത്തേക്ക് ഇവിടെ കൃത്യമായ രീതിയിലൊരു ധാരണ ഇതിനോടകം തന്നെ ആയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം വിപ്പ് ഇന്നലെ തന്നെ നൽകിയതാണ് കോൺഗ്രസിന്റെ കൗൺസിലർമാർക്ക്. ആ കോൺഗ്രസിന്റെ കൗൺസിലർമാർ 2 പേര് മാത്രമാണ് വിപ്പ് കൈപ്പറ്റിയിരിക്കുന്നത്. ബാക്കി 4 പേരും വിപ്പ് കൈപ്പറ്റിയിരുന്നില്ല. അവർ 4 പേരും ഈ യോഗത്തിൽ ഹാജരാകുകയും ഈ ചെയർപേഴ്സണിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് രേഖാമൂലം വോട്ടിങ്ങിലൂടെ അറിയിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും ആ തരത്തിൽ ചിന്തിക്കുമ്പോൾ ഒരു ധാരണ ഇതിനോടകം തന്നെ കേരള കോൺഗ്രസ് എമ്മും കോൺഗ്രസുമായി ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസിന്റെ കൗൺസിലർ തന്നെ പരസ്യമായി തന്നെ പറയും. കാരണം രാഹുൽ ഗാന്ധിക്ക് പിന്നിൽ നിൽക്കുന്ന ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ്. സ്വാഭാവികമായും അവരെ ഒപ്പം ചേരുന്നതിൽ, അവർക്കൊപ്പം നിന്ന് ഇവിടെ ഭരണം നയിക്കുന്നതിൽ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്ന സമയത്ത് പാലായിൽ കാര്യങ്ങൾ ചിത്രം കുറെ കൂടി വ്യക്തമാവുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തകർന്നടിഞ്ഞതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും വലിയ തിരിച്ചടി ഉണ്ടായിരുന്നു കേരള കോൺഗ്രസ് എമ്മിന്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും തകർന്നടിഞ്ഞതാണ്. അതിന് പിന്നാലെ രാഷ്ട്രീയമായ ഒരു ജീവൻ നിലനിർത്തൽ അനിവാര്യമാണ് കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച്. അങ്ങനെ ഒരു ചിന്തയുടെ ഭാഗമാണോ പ്രാദേശിക തലത്തിലെ ഈ കൈകൊടുക്കൽ എന്നതാണ് ഇനി വ്യക്തമാകേണ്ടത്. കേരള കോൺഗ്രസ് എം പാലയിൽ കോൺഗ്രസിനെ പിന്തുണച്ചേക്കും എന്ന നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ വരുന്നത്. കക്ഷി നില നോക്കുകയാണെങ്കിൽ അവിടെ CPM-നാകെ 2 അംഗങ്ങൾ മാത്രമേ പാലാ നഗരസഭയിൽ വിജയിച്ചിട്ടുള്ളൂ. കേരള കോൺഗ്രസ് എമ്മിന് 10 അംഗങ്ങളുണ്ട്. 10 അംഗങ്ങൾ കേരള കോൺഗ്രസ് എമ്മിനുണ്ട്. ഈ നഗരസഭാ ഭരണസമിതിയിലെ ഏറ്റവും വലിയ കക്ഷി തന്നെയാണ് അല്ലേ. 10 അംഗങ്ങളുണ്ട്. CPM-ന് 2, കോൺഗ്രസിന് 6. അപ്പോൾ കേരള കോൺഗ്രസ് എം പുറത്തു നിന്ന് പിന്തുണച്ചുകൊണ്ട് കോൺഗ്രസിലെ ഒരംഗം അധ്യക്ഷപദത്തിലേക്ക് എത്താനുള്ള സാധ്യതയാണ് ഉരുത്തിരിയുന്നത്. നിലവിൽ ആ തരത്തിലാണ് ചർച്ചകളൊക്കെ തന്നെ പോകുന്നത്. ഇതിനാണെങ്കിൽ മറ്റൊരു തരത്തിൽ കൂടി സാധ്യതകളുണ്ട് രതീഷ്. കാരണം നിലവിൽ ഇപ്പോൾ വിമതയായി മത്സരിക്കുന്നത്, കോൺഗ്രസിന്റെ വിമതയായി മത്സരിച്ച ഇന്ന് ഈ യോഗത്തിലെത്തിയ മായ രാഹുൽ, നിലവിൽ അദ്ദേഹം അവർ വൈസ് ചെയർപേഴ്സൺ ആണ്. അവരെ ചെയർപേഴ്സണെ സ്ഥാനത്തേക്കും ഉയർത്തി കാണിച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള ധാരണകളും സമവായമൊക്കെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം അങ്ങനെ വരുമ്പോൾ ആ തരത്തിൽ, കാരണം കേരള കോൺഗ്രസ് സഖ്യം എന്ന തരത്തിൽ പോലും ചർച്ചകൾ വരില്ല. കാരണം കോൺഗ്രസിന്റെ വിമതയായി മത്സരിച്ച ഒരാളെ അവർ പിന്തുണയ്ക്കുന്നു, കോൺഗ്രസിന്റെ വിമതയായി മത്സരിച്ച മായ രാഹുലിനെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു എന്ന തരത്തിലൊരു എന്ന തരത്തിലൊരു വിശദീകരണം കേരള കോൺഗ്രസ് എം നടത്തിയാൽ പോലും അത്ഭുതപ്പെടാനില്ല. എന്തായാലും കോൺഗ്രസിന്റെ കൗൺസിലർ പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾ രാഹുൽ ഗാന്ധിക്ക് ഒപ്പം നിൽക്കുന്ന പാർട്ടിയാണ് കേരള കോൺഗ്രസ് എം എന്ന് പറയുന്നത്. അതിനാൽ തന്നെ അവർക്ക് കൈ കൊടുക്കുന്നതിൽ വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറയുമ്പോൾ പാലായുടെ രാഷ്ട്രീയ ഭാവി എങ്ങോട്ടാണ് പോകുന്നതെന്ന് സംബന്ധിച്ച് ഏറെക്കുറെ വ്യക്തമാണ്. പാലായിൽ 6 മാസം മാത്രം നീണ്ടുനിന്ന ദിയാബിന് പുളിച്ചക്കണ്ടത്തിനൊപ്പം ചേർന്നുള്ള UDF ഭരണത്തിന് അത് തിരിച്ചടിയാകുന്നു. വീണ്ടും ഏതെങ്കിലും തരത്തിൽ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിലേക്ക് തന്നെ പോകുന്ന സമയത്ത് എന്താണ് അവസ്ഥ എന്ന് സംബന്ധിച്ച് പറയാൻ കഴിയില്ല. കാരണം രാഷ്ട്രീയ നാടകങ്ങൾ ഒരുപാട് കണ്ടിട്ടുള്ള നഗരസഭയാണ് പാല എന്ന് പറയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ മറ്റൊരു നാടകം ഇനി ഇതിനകത്ത് തന്നെ ഉണ്ടാകും, ഇനി വരും ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ പോലും ഒരു വ്യക്തത. എന്തായാലും
നഗരസഭയിൽ അവിശ്വാസം പാസ്സായിരിക്കുന്നു. 17 പേരും ഇന്ന് ഹാജരായ 17 പേരും ദിയാബിന് പുളിക്കക്കണ്ടത്തിനെതിരെയുള്ള ഈ അവിശ്വാസത്തിൽ ഒപ്പിട്ടിരിക്കുന്നു. അങ്ങനെ 17 പേർ പാസ്സായതോടുകൂടി പാലായിൽ 6 മാസമായി നടന്നു വന്ന ദിയാബിന് പുളിക്കക്കണ്ടം എന്ന രാജ്യത്തെ തന്നെ, ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർപേഴ്സൺ എന്ന നിലയിലുള്ള അവരുടെ ഭരണം പൂർത്തിയാക്കുന്നു. ആ ഭരണം വീഴുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ കൗതുകം രതീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ കോട്ടയം ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ഒരു തർക്കത്തിൽ തുടർന്നാണ് UDF നിന്ന് കേരള കോൺഗ്രസ് LDF പോകുന്നത്. അത് വീണ്ടും കോട്ടയത്ത് തന്നെ മറ്റൊരു പാലാ നഗരസഭയിലേക്ക്, കോട്ടയത്ത് തന്നെ മറ്റൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനകത്ത് ചെറിയൊരു തർക്കത്തിന്റെ പേരിൽ വീണ്ടും കേരള കോൺഗ്രസും ഒന്നിക്കാൻ പോകുന്നു എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ കൗതുകം. അങ്ങനെ വീണ്ടും ഏതെങ്കിലും തരത്തിൽ ഒരു പ്രധാനപ്പെട്ട, സ്വാഭാവികമായും ഇത്തരത്തിലൊരു രാഷ്ട്രീയ നീക്കം നടക്കുന്ന സമയത്ത് സ്വാഭാവികമായും പാർട്ടിയുടെ ചെയർമാൻ ഉൾപ്പെടെ, ജോസ് കെ മാണി ഉൾപ്പെടെ ഇത് അറിഞ്ഞിട്ടുണ്ടാകുമെന്ന കാര്യം വസ്തുതയാണ്. അങ്ങനെ ആ ചെയർമാൻ ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ട്, കേരള കോൺഗ്രസിന്റെ ഉന്നത നേതാക്കൾ ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലൊരു അവിശ്വാസ പ്രമേയം കൊടുക്കുന്നതിലേക്കും അത്തരത്തിലൊരു ധാരണകളിലേക്കും ഒക്കെ തന്നെ കേരള കോൺഗ്രസ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഇനി ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിലും സമാനമായ രീതിയിൽ ഒരു ധാരണ ഇതിനോടകം തന്നെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് നിലവിൽ ഇപ്പോൾ അവരുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം പാലായിൽ പ്രാദേശികമായി പോലും കേരള കോൺഗ്രസും കൈ കൊടുക്കാൻ ഒരുങ്ങുകയാണ്. ശരി, LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയ നോട്ടീസാണ്. പക്ഷേ അതിൻ്റെ ലാഭം UDF-നാണ് ലഭിക്കാൻ പോകുന്നത് എന്നാണ് നിലവിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ മനസ്സിലാക്കാൻ. പാലയിലെങ്കിലും കേരള കോൺഗ്രസ് ഐക്യത്തിന് വഴിയൊരുങ്ങുകയാണ്. ഇപ്പോൾ കോൺഗ്രസ് വിമതയെ മത്സരിച്ച ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ അധ്യക്ഷ പദവിയിലേക്ക് ഉയർത്തിക്കാട്ടപ്പെടുകയാണെങ്കിൽ ആർക്കും പ്രശ്നമില്ലാതെ കേരള കോൺഗ്രസും ഉൾപ്പെടുന്ന ഭരണസമിതിയാകും പാലാ നഗരസഭയിൽ വരിക. അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും നീക്കമുണ്ടാകുമോ എന്നതൊക്കെ ഇനി അറിയേണ്ടതുമുണ്ട്. ഷിനോ ജസ്റ്റിയാണ് വിവരങ്ങൾ നൽകിയത്.